ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വിജയദശമിയൊക്കെ അല്ലേ, അതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഉണ്ണി എപ്പോഴോ കട്ടിലേന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈ കസരയിൽ പോയിരുന്ന് ഉറക്കാട്ടോ. ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. പൂപ്പി എന്നും പൂപ്പിയുടെ ഈ ഡോളിനെയും കെട്ടിപ്പിടിച്ചാട്ടോ കിടന്നുറങ്ങണേ. നമ്മൾ ചെന്ന് വിളിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ 12 മണി വരെ ഇവിടെ കിടന്നുറങ്ങും. വിളിച്ചെഴുന്നേപ്പിച്ചതിൻ്റെ ദേഷ്യമായിട്ടോ എന്നോട് ഈ ചവിട്ടും തൊഴിയൊക്കെ. ലക്ഷ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂടൻ ആവി പൊങ്ങുന്ന പുട്ടും നല്ല ഒന്നാന്തരം കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉണ്ണീനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് ഉണ്ണീനെ പല്ല് തേപ്പിച്ചു. പല്ലിതേ കഴിഞ്ഞാൽ ഉണ്ണിക്ക് എന്നും പാല് കുടിക്കണം. അത് ഈ കുപ്പി കുടിക്കണം എന്ന് പുള്ളിക്ക് നിർബന്ധം. എന്നിട്ട് ഉണ്ണീനെ കുളിപ്പിച്ച് റെഡിയാക്കി. പൂപ്പി പിന്നെ തന്നെത്താനെ കുളിച്ച് റെഡിയായിക്കോളും. 9 മണിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ 10 മണിയായിട്ടേ ഇറങ്ങും. അതാട്ടോ ഇവിടുത്തെ പ്രത്യേകത. അമ്പലം ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ, അതുകൊണ്ട് ഞങ്ങൾ നടന്നാട്ടോ പോണേ. പിന്നെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി നടന്ന് പോകുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെയല്ലേ. ഇതാട്ടോ അമ്പലം. അമ്പലത്തിൻ്റെ പേര് ആമ്പല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. നമ്മുടെ എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിലെ മേക്കടമ്പായിട്ടാണ് ഈ അമ്പലം വരുന്നത്. അമ്പലത്തിലെ പൂജ കഴിയാതെ പൂജയ്ക്ക് വെച്ച ബുക്ക് നമുക്ക് തരാത്തതുകൊണ്ട് ഇതെല്ലാവരും ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അമ്പലത്തിൽ കയറി ഞങ്ങൾ ഹരിശ്രീ ഗണപതിയൊക്കെ എഴുതി. പിന്നെ അമ്പലത്തിൽ നല്ല തിരക്കായതുകൊണ്ട് ഫോണൊക്കെ പിടിച്ചുകൊണ്ട് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അകത്ത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി പേര് വിളിക്കുന്നതിനനുസരിച്ച് കേട്ടോ ചെന്ന് ബുക്ക് മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് വൈഫും മോളും പോയി ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പൂപ്പിയുടെ ടെക്സ്റ്റ് ബുക്കും ഉണ്ണി അംഗൻവാടി ആയതുകൊണ്ട് സ്ലേറ്റും പെൻസിലും കേട്ടോ പൂജയ്ക്ക് വെച്ചേ. അങ്ങനെ ബുക്കും പുസ്തകമൊക്കെ മേടിച്ചു. നന്നായി പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. വീട്ടിൽ വന്നിട്ട് ഉണ്ണിയോട് എന്തെങ്കിലും എഴുതരാന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി ആദ്യം കണ്ടോ അവൻ്റെ ഇഷ്ടപ്പെട്ട കൊമ്പനാനേനെ വരച്ചുകൊണ്ടിരിക്കുക.